കെ.എച്ച്.ഡി.ഇ.സി ഭാരവാഹി ഫിറോസും വീട് വെക്കാൻ ദാനം നൽകിയ ബിഷപ്പ് നൊബേൽ ഫിലിപ്പിനെതിരെ വീഡിയോയുമായി രേണുസുതി വീണ്ടും രംഗത്ത്. ബിഷപ്പ് അയച്ച വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയ ശേഷമാണ് ഇവർക്കും എതിരെ രേണു സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചത്. നോട്ടീസ് കൈപ്പറ്റിയെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെയെന്നും താൻ ഹാപ്പിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് രേണു സംസാരിച്ചു തുടങ്ങിയത്. ബിഷപ്പ് അയച്ച വിവാദപരമായ നോട്ടീസ് ഞാൻ ഇന്ന് കൈപ്പറ്റി. പക്ഷേ ഇതിനു മുമ്പ് തന്നെ ബിഷപ്പ് അയച്ച നോട്ടീസ് എനിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന കുറേ ബ്ലോഗർമാരെ കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് എനിക്ക് അറിയില്ല. കവറിലാക്കി ഒട്ടിച്ചായിരുന്നു നോട്ടീസ്. എൻ ഞാൻ പോലും തുറന്നു വായിച്ചില്ല. എന്നിട്ട് കുറേ ബ്ലോഗർമാർ ഇതെടുത്തിട്ട് അലക്കുന്നത് കണ്ടു. ബിഷപ്പ് നേരത്തെ അവർക്ക് അയച്ചു കൊടുത്തതാണെന്ന് അറിയില്ല. നോട്ടീസ് കൈപ്പറ്റി. ഇനി വായിച്ചിട്ട് എന്താണെന്ന് പറയാം. ബ്ലോഗർമാർക്ക് അയച്ചു കൊടുത്ത ശേഷമാണ് ബിഷപ്പ് എനിക്ക് അയച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ഞാനിത് കൈപ്പറ്റുകയാണ്. എൻ്റെ മാത്രമാണ് കൈപ്പറ്റിയിരിക്കുന്നത്. ബ്ലോഗർമാരുമായി ഒരു ബന്ധമില്ലെന്ന് ബിഷപ്പിന് പറയാനുള്ളത്. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഞാൻ ഹാപ്പിയാണ്. എനിക്കൊരു പണിയും കിട്ടിയിട്ടില്ല. ഞാൻ പെട്ടുമില്ലെന്ന് രേണു പറഞ്ഞു. വീട് നിർമ്മിച്ചു നൽകിയ കെ.എച്ച്.ഡി.സി സംഘടനാ ഭാരവാഹി ഫിറോസിനെതിരെ മോശമായ രീതിയിലാണ് രേണു പ്രതികരിച്ചത്. കെ.എച്ച്.ഡി.സി ഫിറോസിക്ക, ഞാൻ നിങ്ങളെ ഇതുവരെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫിറോസ എന്ന് വിളിച്ചു കാണും. കഴിഞ്ഞ ദിവസം താങ്കളുടെ വീഡിയോ ഞാൻ കണ്ടു. എൻ്റെ അപ്പനെയും എന്നെയും ചീത്ത വിളിക്കാൻ തനിക്ക് നാണമുണ്ടോ? തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റയുമായത്? ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് നല്ല സൗഹൃദത്തിൽ മെസ്സേജ് അയച്ചിരുന്നവരല്ലേ? ഇക്ക മറന്നാലും രേണുസുതി ഈ മെസ്സേജൊന്നും മറക്കില്ല. ഞാൻ അയച്ചിട്ടുണ്ട് ഇക്കയ്ക്ക്. ഇക്കയും എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പോഴല്ല തനിക്ക് ഞാനും എൻ്റെ തന്തയും നാറിയും ചെറ്റയുമായത്. നാണമുണ്ടോ തനിക്ക്? ഇനിയും മേലാൽ എന്നെ നാറിയും ചെറ്റയെന്ന് വിളിച്ചോണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ ഇതുവരെ ഇക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇത് കേട്ടിട്ടും തിരിച്ചൊന്നും വിളിക്കാത്തത് എൻ്റെ സംസ്കാരം. ഞാനൊന്നും മറക്കത്തില്ല. ഇക്കയും ഒന്നും മറക്കാതിരുന്നാൽ ഇക്കയ്ക്ക് കൊള്ളാം എന്നാണ് രേണുസുതി വീഡിയോയിൽ പറഞ്ഞത്. അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നിരന്തരമായി രേണുവിനെയും കൂട്ടുകാരെയും വീഡിയോയിൽ ചെയ്തു തുടങ്ങിയതോടെയാണ് ബിഷപ്പ് നിയമപരമായി നീങ്ങിയത്. അത്തരത്തിൽ ചെയ്ത വീഡിയോകൾ നിശ്ചിത സമയത്തിനുള്ളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്തുമില്ലെങ്കിൽ ദാനം ചെയ്ത ഭൂമി ക്യാൻസൽ ചെയ്തുമെന്ന് ബിഷപ്പിന്റെ തീരുമാനം. രേണുവിനും ശ്രുതിയുടെ മൂത്ത മകൻ കിച്ചുവിനുമാണ് വക്കീൽ നോട്ടീസ് വന്നത്. താൻ ഇന്നുവരെ ഭൂമിയോ വീടോ തന്നവർക്കെതിരെ പ്രതികരിച്ചിട്ടില്ലെന്നായിരുന്നു കിച്ചുവിന്റെ പ്രതികരണം. താൻ ഭാഗമല്ലാത്ത പ്രശ്നത്തിന് തൻ്റെ പേരിൽ വന്നിരിക്കുന്നതെന്നും കിച്ചു പറഞ്ഞു. കിച്ചു ശ്രുതിയുടെയും അമ്മയുടെ സഹോദരന്റെ കുടുംബത്തിനോടൊപ്പമാണ് താമസം. റെയ്നും മകനും മാതാപിതാക്കളുമാണ് കോട്ടയത്തെ വീട്ടിൽ താമസിക്കുന്നത്.